ഇടുക്കി അടിമാലി ടൗണിലും പരിസര പ്രദേശങ്ങളിലും ഭീതി പരത്തിയ തെരുവു നായയെ പിടികൂടി. നായയുടെ ആക്രമണത്തിൽ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നിരവധി ആളുകൾക്ക് പരിക്കേറ്റിരുന്നു. കഴിഞ്ഞ 2 ദിവസങ്ങളായി അടിമാലി ടൗണും പരിസരവും തെരുവുനായ ആക്രമണ ഭീതിയിലായിരുന്നു. അലഞ്ഞുതിരിയുന്ന നായ്ക്കളിലൊന്ന് ആളുകളെ അപ്രതീക്ഷിതമായി കടിച്ച് പരിക്കേൽപ്പിക്കുന്നതായിരുന്നു പ്രതിസന്ധിയായത്. ചാറ്റുപാറയടക്കം വിവിധയിടങ്ങളിൽ വെച്ച് ആളുകൾക്ക് തെരുവുനായയുടെ കടിയേറ്റിരുന്നു. പ്രദേശത്ത് ഭീതി വരുത്തിയ നായയെ പിടികൂടി. പ്ലാവിക്കണ എൻ്റെ അടുത്ത് വന്നപ്പോൾ ഒരു പട്ടിച്ചു വന്നു. ആ പട്ടിച്ചു വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അത്ര കാര്യമാക്കിയില്ല. ഇത് കടിക്കില്ലല്ലോ എന്ന് കണക്ക് കൂട്ടി ഞാൻ പതുക്കെ ഈ കൈ ഇങ്ങനെ ഇട്ടേക്കും. അത് ഈ കൈ ഇങ്ങനെ ഇട്ടായിരുന്നു. ഇങ്ങനെ ഞാൻ തിരിഞ്ഞ് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും പട്ടി ചാടി ആ കൈക്കിട്ട് കടിച്ചു. കടി കഴിഞ്ഞപ്പോൾ ഞാൻ വിടിക്കാൻ നോക്കി. ഈ കടിച്ച് അപ്പം തന്നെ ഞാൻ ഇങ്ങനെ പൊക്കിക്കഴിഞ്ഞപ്പോൾ പട്ടിയോട് കൂടി സകലം പൊങ്ങി. ഞാൻ എൻ്റെ ചെരുപ്പ് ഊരി കഴിഞ്ഞിട്ട് ഞാൻ തല്ലാങ്ങ് തുടങ്ങി. കരണക്കുറ്റിക്കിട്ട് തന്നെ അതല്ലേ ഇത് പട്ടി കടിച്ചേക്കാൻ. ആ ഒരു 10-15 തല്ല് തല്ലി കഴിഞ്ഞപ്പോൾ പട്ടി അങ്ങനെ പടിഞ്ഞാട്ട് ഇങ്ങനെ അങ്ങ് പോയി. പഞ്ചായത്തിന്റെയും മൃഗസംരക്ഷണ വകുപ്പിന്റെയും നേതൃത്വത്തിൽ തൊടുപുഴയിൽ നിന്നുള്ള സംഘം നായയെ പിടികൂടുവാൻ അടിമാലിയിലെത്തിയിരുന്നു. 15ലധികം ആളുകളെയാണ് വിവിധയിടങ്ങളിൽ വെച്ച് തെരുവ് നായ കടിച്ച് പരിക്കേൽപ്പിച്ചത്. നായ ആളുകളെ ഓടിക്കുന്ന സാഹചര്യമുണ്ടായി. ആളുകൾ ഭീതിയിൽ കഴിയുകയാണ് അലഞ്ഞുതിരിയുന്ന നായയെ പിടികൂടി ആശങ്ക ഒഴിവാക്കിയത്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി. സ്വകാര്യ വ്യക്തി കൈവശപ്പെടുത്തിയെന്ന പരാതിയെ തുടർന്ന് ഇടുക്കി അയ്യപ്പൻ കോവിൽ മട്ടുക്കട്ട ഗവൺമെന്റ് LP സ്കൂളിന്റെ സ്ഥലം ഇടുക്കി സബ് കളക്ടർ അരുൺ S. നായർ പരിശോധിച്ചു. സബ് കളക്ടറുടെ നേതൃത്വത്തിലെത്തിയ റവന്യൂ സംഘം ഭൂമി അളന്നു തിട്ടപ്പെടുത്തി.